നമസ്കാരം. ഈ വീഡിയോ നമ്മുടെ നാട്ടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. പുറമേ സുന്ദരം, അകമേ മാലിന്യം. കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഈയിടെ കണ്ട മാലിന്യ പ്രശ്നമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നമ്മളൊക്കെ വിചാരിച്ചത് 14 ജില്ലകളിൽ തിരുവനന്തപുരം ജില്ലയാണ് വൃത്തിയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ്. എന്നാൽ നമ്മുടെ കണക്കൂട്ടുകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള മാലിന്യ പ്രശ്നമാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അവിടെ കണ്ട മാലിന്യങ്ങൾ അധികവും പ്ലാസ്റ്റിക് കീസുകളും കവറുകളുമാണ്. പ്ലാസ്റ്റിക് കീസുകളും കവറുകളൊന്നും നമുക്ക് പാടായി ഉപേക്ഷിക്കാൻ സാധിക്കില്ല. കാരണം പല ഭക്ഷണ സാധനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ചാൽ പല പ്ലാസ്റ്റിക് കീസുകളും കവറുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലരും അത് ചെയ്യുന്നില്ല. കാരണം അവ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മൾ റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലെല്ലാം പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കീസുകളോ സഞ്ചികളോ ലഭിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് ഷോപ്പിംഗ് മാളുകളിൽ നിന്നും പച്ചക്കറി കടയിൽ നിന്നുമെല്ലാം എത്ര കവറുകളാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഒരു നിശ്ചയമില്ല. വലിയ വലിയ വാഹനങ്ങളിൽ ചെന്നിറങ്ങി ആയിരക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി വലിയ പ്ലാസ്റ്റിക് കവറുകളിൽ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് ഒരു സഞ്ചിയോ ബിഗ് ഷോപ്പറോ കയ്യിൽ കരുതിക്കൂടാ? ഇതിന് ധാർഷ്ട്യം എന്നല്ലാതെ പിന്നെന്താണ് പറയുക? മാലിന്യ നിർമ്മാർജ്ജനം അധികൃതരുടെ മാത്രം ചുമതലയല്ല, അത് ഉപയോഗിക്കുന്നവരുടെ കൂടി ചുമതലയാണ്. ഹരിതകർമ്മ സേനകൾ എടുക്കുന്നത് കൊണ്ട് എത്രയും ഉൽപ്പാദിപ്പിക്കാം, എത്രയും ഉപയോഗിക്കാം എന്നുള്ള ധാരണ സമൂഹത്തിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് ഉൽപ്പാദന കേന്ദ്രത്തിന് സമീപത്ത് താമസിക്കുന്നവർക്ക് മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങൾക്കും ഇത് ആപത്താണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം ഉപയോഗവും കുറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബോധവൽക്കരണം കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് പലവട്ടം നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. ശക്തമായ നിയമങ്ങളും അവ നടപ്പാക്കാനുള്ള ആർജവും കാണിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്.